നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ട് എൻ്റെ പൈസ ചോദിച്ച് വരണം. നാണില്ലേ വേറൊരാളുടെ അധ്വാനത്തിന് ആഗ്രഹിച്ചതും പോരാതെ അവരിട്ട് ക്രൂശിക്കുക, അവരിൽ നിന്ന് അവർ അധ്വാനം കിട്ടുന്നില്ല. അതിനെ വന്ന് ആഗ്രഹിച്ചതും പോരാതെ അവരുടെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റാണെന്ന് അംഗീകരിക്കാൻ പറ്റാതെ കിടന്ന് മെഴുകി ന്യായീകരിച്ച് അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട് എന്തുവാ അത്. ഞാനായിട്ട് ഒരു മനുഷ്യനെയും അങ്ങോട്ട് ചൊറിയാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും ഞാൻ പോകാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വിഷയം ഒരു പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു സാമൂഹിക ഒരു പ്രശ്നം തന്നെയായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാം. ഒത്തിരി പേര് ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് 2 ദിവസമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ, അതും ബാക്കിയുള്ള ആൾക്കാരും അനുഭവിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിരിക്കാനും ചിന്തിപ്പിക്കാനും അല്ലെങ്കിൽ വിഷമിക്കാനും ഒക്കെയുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാഠം പഠിക്കാനുള്ളൊരു സംഭവം കൂടി തന്നെയായിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഇതുപോലെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലെ അനുഭവിച്ച ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയെങ്കിലും അവരുടെ കാര്യം നോക്കി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 കൊല്ലത്തോളം മിനിമം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഒരുപാട് പേര് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതും നമുക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നതും അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക്, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കാരുണ്യമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടും ഭയങ്കര പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ചിലരൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നമ്മളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ അവരുടെ പ്രോബ്ലംസ് സ്ത്രീകൾ വന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്ന രീതിക്കൊക്കെ ഇങ്ങനെ വന്ന് ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത്, അതിൽ 2-3 കാര്യങ്ങൾ ഇവരെടുത്ത് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ലേഡി, അവരെ കുറിച്ചിട്ടാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഞാൻ ഇതൊരു കണ്ടന്റ് ആക്കി എടുക്കണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷെ അവർക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ അവരെ കണ്ടന്റ് ആക്കി എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നിരാശപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കുറേ കാലമായിട്ട് ഈ പറഞ്ഞ പോലെ നിന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിനെ കുറിച്ച് ഒരുപാട് പേർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്നും പറഞ്ഞിട്ട് ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടൊന്നല്ല കല്യാണം കഴിക്കുന്നത്. കുറേ ആൾക്കാരെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും അറിയിച്ച് ഈ 2 കുടുംബം, 2 ആൾക്കാർ തമ്മിൽ ഇനി ജീവിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവർ തമ്മിൽ ജീവിതത്തിൽ ഒത്തുപോകില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് പറയുന്നത് വലിയൊരു തെറ്റായിട്ട് കാണുന്ന ഒരാളല്ല. അപ്പോൾ എനിക്കെതിരെ വന്നിട്ടുള്ള ഇപ്പോൾ ഒരു ആരോപണം, ഞാനല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, യെസ് ഞാൻ പുറത്ത് പറഞ്ഞു, ഞാനിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്, സെപ്പറേറ്റഡ് ആണ്, യെസ് അത് പറഞ്ഞതിൽ എന്താ ഇപ്പോൾ തെറ്റ്. പക്ഷെ അതിൻ്റെ റീസൺ ഞാൻ ഇതുവരെ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല അല്ലേ. അത് എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യമാണ്, പറയണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ വെച്ചുകൊണ്ടും ഈ സ്ത്രീ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, മെയ് 1-ാം തീയതി ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്നും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയിട്ടില്ല, കാരണം 1-2 മെസ്സേജ് അല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്, 1000 കണക്കിൽ മെസ്സേജ് വരുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ കാണുന്ന മെസ്സേജുകൾ മാത്രം ആ സമയത്ത് ഞാൻ നോക്കാറുള്ളൂ. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന ഒരു അമൂല്യ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. ആ ഒരു സമയം നമ്മൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരാളുടെ വിഷമം കേൾക്കാൻ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇവർ അതിനുശേഷം ഞാൻ സൈഡിൽ ഇത് വെക്കുന്നുണ്ട് സ്ക്രീൻഷോട്ടുകൾ. ഇവർ വിചാരിച്ചു ഇവർ എന്ത് പറഞ്ഞാലും തെളിവുകൾ ഉണ്ടാവില്ല, അതൊക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ള പോലെ ഇവർ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് പന്തികേടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ഒരാളാണ്. ഹായ് സിലു, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു, പറ്റുമോ, പ്ലീസ് റിപ്ലൈ തരുമോ. ഞാനായിട്ട് അവർക്ക് മെസ്സേജ് ചെയ്തിട്ട് പോയ ഒരു കാര്യമല്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഇവരൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇവരിട്ട കമൻസിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവരായിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ ഒരു ലേഡി എവിടെ ജീവിക്കുന്നു, ആരാ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ലോട്ടറി അടിച്ചാലുള്ള ആൾക്കാർ
ഇവരോടൊക്കെ പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് പേടിച്ച് നാട് വിട്ട ആൾക്കാർ വരെയുണ്ട്. അത് ലോട്ടറി അടിച്ചവരുടെ കാര്യത്തിൽ അങ്ങനെ. പക്ഷേ നമ്മൾ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ, എൻ്റെ ഒരുപാട് എന്താ പറയുക, വാല്യുബിൾ ആയിട്ടുള്ള ഇത്രയും കാലം ഞാൻ സമ്പാദിച്ചതെല്ലാം വിട്ടിട്ട് ഇറങ്ങി വന്ന ഒരാളാണ്. അപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലർ നമ്മളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ഇടാറുണ്ട്. ചിലർ അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവരുടെ ഭർത്താവ് അങ്ങനെയായിരുന്നു, അവരുടെ ഭർത്താവ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പണ്ട് മുതലേ തന്നെ എനിക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് ഒരു രീതിക്കും കഴിവില്ലാത്ത ആൾക്കാരെ ഏതെങ്കിലുമൊക്കെ രീതിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരാളാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബേസിക് നീഡ്സ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് ഒരു 3 നേരം ഒരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത്. അതിന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തീരെ വയ്യാതെ വയസ്സ് 80ഉം 89ഉം ഒക്കെ വയസ്സായ തീരെ വയ്യാത്ത ആൾക്കാർക്ക് ഇരിക്കാനൊരു പാർപ്പിടം, അല്ലെങ്കിൽ അവരുടെ മേൽക്കൂരയൊക്കെ പൊട്ടിപ്പോവാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ട്രസ്റ്റിലൂടെയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അസുഖമായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൗക്കത്തിൻ്റെ ഓർമ്മയില്ലേ, ഷൗക്കത്തിൻ്റെ ഫാമിലിക്ക് ഇപ്പോഴും ഇന്ന്, അതായത് ഈ മാസം വരെയും നമ്മളിലൂടെ ഒരു സഹായം അവരുടെ ഫാമിലിക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അർജുൻ്റെ കാര്യം, അവരുടെ ലോണ് കാര്യങ്ങൾ അടച്ച്, അത് കാരണം അവരെ കൊണ്ട് ഒരിക്കലും ഇതാക്കാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. അതല്ലാതെ നല്ല ആരോഗ്യത്തോടെ, നല്ല തണ്ടും തടിയും, അല്ലെങ്കിൽ ജീവിക്കാനുള്ള അത്യാവശ്യമുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് എന്നോട് ഒരു വീടുണ്ടാക്കി തരുമോ, മാസം പൈസ അടച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തത്, ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ഈ 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ മരമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് പോയി പറിച്ചിട്ട് വന്നിട്ട് ഓരോരുത്തർ ചോദിക്കണവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു മിനിമം ഒരു 10 മാസത്തിനെങ്കിലും എൻ്റെ വീട്ടിലത്തെ എൻ്റെ മക്കളെയൊക്കെ പട്ടിണി കിട്ടി ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇവർക്ക്, ഈ പറഞ്ഞ ഈ ലേഡിക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കണം. ഇവർ പറഞ്ഞു തരട്ടെ എന്ത് പണിയാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത്. ഇവർ, ഈ ലേഡി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ പണിയെടുക്കണം. ഇവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി പണിയെടുത്ത് ഒരു 10 ലക്ഷം രൂപ ഞാൻ വാങ്ങി, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഒരു വീട് കെട്ടിക്കൊടുത്ത് ഇവരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ട് ഇരുത്തി, ഇവരുടെ മക്കൾക്ക് സേഫായിട്ട് കൊണ്ടിരുത്തിയിട്ട് ഞാൻ മാസാമാസം നക്കാപ്പിച്ച പോലെ ഈ 10,000 രൂപ ഇങ്ങനെ വാങ്ങിയിട്ടിരിക്കണം എന്നാണ് ആക്ച്വലി ഇവർ ഉദ്ദേശിച്ചത്. ഇനി അതല്ല, എൻ്റെ പൈസ അല്ല ചോദിച്ചത്, വേറെ ആരെങ്കിലും സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തെണ്ടണം, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വീടാക്കി കൊടുക്കാമോ, അതിന് പൈസ തരാമോ എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരോട് പോയി ഞാൻ ചോദിക്കണം. പക്ഷേ ഈ നമ്മൾ ചോദിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർക്കുള്ള അവകാശം, അതായത് എന്താ പറയുക, അവർക്ക് അതിന് അർഹതയുണ്ടോ എന്നുള്ളത് അവർ നോക്കും. അവർക്ക് ആരോഗ്യമുണ്ടോ, അവരുടെ വയസ്സ് എത്രയാണ്, അവർക്ക് മക്കളുണ്ടോ, അവർക്ക് ഭർത്താവുണ്ടോ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, അവർ ലാവിഷായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ, അതല്ല ബേസിക് നീഡ് പോലും ഇല്ലാതെ വെള്ളമോ ഭക്ഷണമോ ഒന്നും പോലും കുടിക്കാനില്ലാതെ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടേ അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു 5 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു 100 രൂപയെങ്കിലും എടുത്ത് തരുള്ളൂ. ശരിക്കും ഈ ലേഡി എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ വന്ന് ഒരാളെ അപമാനിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഇതിനു മുമ്പും എൻ്റെ ഒരുപാട് പേര് പല രീതിക്ക് വിചിത്രമായിട്ട് നമുക്ക് തോന്നാവുന്ന രീതിയിൽ സഹായങ്ങൾ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. മഹർ ഇടാൻ കൊതിയാവുന്നു, എനിക്ക് മഹർ വാങ്ങിത്തരുമോ ഇത്താന്ന് പറഞ്ഞിട്ട്. ഞാൻ ഭർത്താവൊന്നുമല്ലല്ലോ മഹർ വാങ്ങിച്ചു കൊടുക്കാൻ. ഞാൻ ഒരു കൊല്ലമൊക്കെ എൻ്റെ കഴുത്തിൽ ഈ പറഞ്ഞ മഹറൊക്കെ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അത് വിൽക്കുക നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ളൊരു സഹായ അഭ്യർത്ഥന എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ല, എനിക്ക് വാഷിംഗ് മെഷീനിൽ തിരുമണം, അതിന് വേണ്ടി സിലുത്ത വാഷിംഗ് മെഷീൻ വാങ്ങിത്തരുമോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീൻ വരുന്നതിന് മുമ്പ് നമ്മൾ കല്ലില്ല തിരുമ്പുക. ആരെങ്കിലും അപ്പുറത്ത് എന്തെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിത്തരുമോ എന്നൊന്നും ചോദിക്കില്ല. വാഷിംഗ് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിച്ചു പോകില്ല, നമുക്ക് കയ്യിൽ തിരുമ്പിയാൽ പോരെ. കാമുകനുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു, കാമുകൻ പറ്റിച്ചിട്ട് പോയി. ഓക്കെ, കാമുകൻ പറ്റിച്ചിട്ട് പോയി. അപ്പോൾ വെച്ച ഗോൾഡ് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരും എന്ന രീതിയിൽ ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ കാമുകനായിട്ട് സുഖമായിട്ട് ജീവിച്ചു, അവസാനം കാമുകൻ തേച്ചിട്ട് പോയി. അതിന് ഞാൻ എന്തിനാണ്
ഉറക്കൊഴിച്ച് പൈസ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഇതിനൊന്നും തന്നെ ഞാൻ മറുപടി പോലും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ചോദിച്ചത്, ഇവർക്ക് നീറ്റ് എക്സാമിന് നീറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം, അതിന് 3,00,000 രൂപ വേണം എന്നുള്ളത്. എൻ്റെ മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, അവൾക്കും മെഡിക്കൽ ഫീൽഡിനോടായിരുന്നു താല്പര്യം. ആ 3,00,000 അങ്ങനെ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളെ ഞാൻ കോച്ചിങ്ങിന് ചേർത്തിയിട്ടുണ്ടാവില്ലേ? പഠിക്കുക, പഠിച്ച് സ്വന്തം കാലിൽ. ഈ കുട്ടികൾക്കൊക്കെ ആരാണ് ഇങ്ങനെ മറ്റുള്ളവരോട് പോയിട്ട് സഹായിക്കാനുള്ളൊരു സഹായം ചോദിക്കാനുള്ള മെൻറ്റാലിറ്റി വളർത്തുന്നത് എന്നാണ് ഞാൻ ആലോചിച്ച് പോയത്. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ പോരെ. നമുക്ക് ജീവിക്കാൻ ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് ചോദിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. ഇത് അതൊന്നും അല്ല, വേറെ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ വാഷിംഗ് മെഷീൻ ചോദിച്ച ലേഡി ഇതേപോലെ 2 വർഷം മുമ്പ് ഇവർക്കത് കിട്ടൂല എന്ന് തോന്നിയപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിൽ എന്നെക്കുറിച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, സിലുവിന് ഇത്രമാത്രം ശത്രുക്കൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത്. ഇതന്നെയാണ് ഇതുപോലെയുള്ള ഇവരുടെ ആർഭാട ജീവിതത്തിനും വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ എന്നോട് വന്ന് ഇവർ ചോദിക്കുക. അത് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് എന്നെക്കുറിച്ച് മോശമായിട്ട് എൻ്റെ ചാനലിലും പല ചാനലുകളിലും പോയിട്ട് ഇവർ ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ലേഡി ഞാൻ ഇവരോട് പറഞ്ഞു വോയിസ് ഇട്ടോളൂ എന്ന് പറഞ്ഞു. അതിന് ശേഷം ഇവരുടെ കഥകൾ വിവരിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഭർത്താവിനെ കുറിച്ചിട്ട്. ആ വോയിസ് ഇവർ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് നല്ല ബോധമുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഇവരുടെ ഫാമിലി, ഇവരുടെ ഭർത്താവിൻ്റെ കാര്യം, ഇവരുടെ വിവാഹങ്ങളുടെ കാര്യം. എന്നെ പേടിപ്പിക്കാൻ നോക്കല്ല കേട്ടോ. മിസ്സിസ് എന്താ പേരൊന്നും ഞാനിതിൽ പറയുന്നില്ല. ഇവർ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഞാനൊരു ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച ഉടനെ കുറച്ച് ദിവസത്തിൽ ഇറങ്ങിപ്പോയി വേറൊരു വിവാഹം കഴിച്ച ഒരാളൊന്നും അല്ല. എനിക്കൊരു വിവാഹമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ വിവാഹത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നല്ല രീതിക്ക് മുന്നോട്ട് എൻ്റെ മക്കളെയും വെച്ചിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർ ഒരു ലോഡ് മെസ്സേജ് നോക്കിക്കോളൂ. ഇതിൽ ഞാൻ ഫുള്ളായിട്ട് ID കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഇങ്ങനെ കുറച്ച് വോയിസുകളൊക്കെ അയച്ചു. അതിന് ശേഷം ഇവർ പറയുന്നുണ്ട്, സിലു കേട്ടിട്ട് പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യണേ. അതായത് ഇവർ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണം എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. അവരെ ഹസ് വന്നു, അതുകൊണ്ട് വോയിസ് നിർത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ സലാം പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇവരെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണം, എനിക്കെന്തോ കണ്ടന്റ് ഇല്ലാതിരിക്കണ പോലെ ഇപ്പം ഞാൻ പറയണം. അപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, മാത്രം ഒരു മൂളൽ മാത്രം കൊടുത്തു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പേഴ്സണലി അവരോട് ഞാൻ ഷെയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എല്ലാം അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവർ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് അയച്ച മെസ്സേജുകൾ മൊത്തം ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരറിയുന്നില്ല ഞാൻ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ഒരാളാണ് എന്നുള്ളത്. കാരണം ഇങ്ങനെ വന്ന് ചോദിക്കുന്ന ആൾക്കാർ പിന്നീട് ഇവർക്ക് കാര്യങ്ങൾ സാധിക്കില്ല എന്ന് കാണുമ്പോൾ എന്നെക്കുറിച്ച് മോശമായിട്ട് പറയും. അപ്പോൾ വീണ്ടും ഇവർ സിലോ എൻ്റെ മെസ്സേജ് എന്നാ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് പ്രയാസത്തിലൂടെ പോകുന്ന ടൈമായിരുന്നു. എൻ്റെ മക്കളുടെ പല കാര്യങ്ങളും എനിക്ക് നിർത്തി വെച്ചിട്ട് ബാക്കി പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, എനിക്കൊരു 45 ലക്ഷം അടുത്ത മാസം അർജൻറ്റായിട്ട് വേണം. ഞാൻ ഇതെൻ്റെ ദാരിദ്ര്യം പറയുമൊന്നുമല്ല കേട്ടോ. എൻ്റെ ഇതുപോലെ എന്നെ വന്ന് ആരെങ്കിലും ശല്യം ചെയ്യുന്ന സമയത്താണ് ഇനി എന്നെ കുറച്ച് ദിവസം എന്നെ വിടൂ, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ, എന്നെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഓപ്പണായിട്ട് ഞാൻ വീഡിയോസിൽ വന്നിട്ട് എൻ്റെ പ്രോബ്ലംസ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും എനിക്കെന്തെങ്കിലും വേണം, എനിക്കെന്തെങ്കിലും തരൂ, അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ട് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ആരോടും യാചിച്ചിട്ടോ ബെഗ് ചെയ്തിട്ടോ തെണ്ടിയിട്ടോ ഇല്ല. ഇവരെന്നെ ഇപ്പോൾ പറയണത് തെണ്ടി ജീവിക്കുകയാണ് എന്നാണ്. ഓക്കെ, ആരാ തെണ്ടാ വന്നത്, ആരിനെയാ പറയുന്നത് എന്നൊന്നും ഒരു ബോധവുമില്ല. അപ്പം ഞാൻ അവരോട് മെസ്സേജ് ചെയ്തതാണ്, എനിക്കൊരു 45 ലക്ഷം രൂപ അടുത്ത മാസം അർജൻറ്റായിട്ട് വേണം. ഞാൻ എവിടെ പോയി ചോദിക്കണം? ഇന്ന് മോൾക്ക് അർജൻറ്റായിട്ടൊരു 5000 രൂപ വേണം. അതില്ലാഞ്ഞിട്ട് അവൾ രാവിലെ എന്നോട് മിണ്ടിയിട്ടില്ല. റെനക്കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ആരോട് പോയി ചോദിക്കണം? ശരിക്കും എന്നെ എല്ലാവരും എങ്ങനെയാണ് കാണുന്നത്? ഒരു മനുഷ്യനായിട്ടാണോ അതോ ഒരു ATM മെഷീനായിട്ടാണോ അറിയണില്ല. പണിയെടുത്തെടുത്ത് സത്യം പറഞ്ഞാൽ പണിയെടുത്തെടുത്ത് ചാവാനായി. ഏകദേശം എല്ലാ ഓർഗൻസും
പണി മുടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. നിങ്ങൾക്കറിയാം എൻ്റെ കണ്ണിൻ്റെ പ്രോബ്ലം ഇതെപ്പളും തെളിവായിട്ട് ഇതവിടെ ഉണ്ട്. ഇതവിടെ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴുത്തിന് പ്രോബ്ലം, കാലിന് പ്രോബ്ലം, അങ്ങനെ പറയാൻ പറ്റാത്ത പല പ്രോബ്ലംസിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ വേണ്ടി ഞാൻ പണിയെടുക്കണം? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആർക്കൊക്കെ വേണ്ടി പണിയെടുക്കണം? ഞാനെന്നൊരു മനുഷ്യൻ എന്നെ മനുഷ്യനായിട്ട് പോലും ആരും കൺസിഡർ ചെയ്യാത്ത പോലെ എനിക്ക് പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഇങ്ങനത്തെയുള്ള ഫീലിങ്സ് ഒന്നും എനിക്കിങ്ങനെ കാണിക്കാൻ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ഇവരിപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലെ പറയാണ്, ഇതൊക്കെ വന്ന് പറയുന്നുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ തന്നെ പറയാം. പിന്നെ അപ്പോൾ അടുത്തവരോട് ഞാനൊന്നും കൂടെ പറയുന്നുണ്ട്. എന്നെ ഖബറിൽ കൊണ്ട് വെച്ചാലും ഈ മക്കൾക്കും ബാക്കിയുള്ളവർക്കും വേണ്ടി പണിയെടുക്കാൻ വരേണ്ടി വരുമോ? എന്താ വേറൊരാളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഈ ജനങ്ങൾക്ക് കഴിയാത്തത്? സീരിയസ്ലി ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്നെ ഒന്ന് മരിക്കാൻ പോലും സമാധാനത്തിൽ വിടാത്ത കുറേ ആൾക്കാർ എനിക്ക് ചുറ്റിലും ഉള്ള പോലെ. കാരണം അപ്പോഴും അവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കളെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതെൻ്റെ കടമയാണ്, എൻ്റെ മാത്രം കടമയാണ്. ഓക്കെ, അതല്ലാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അതായത് എന്താണ് ശരിക്കും മറ്റുള്ളവർ ഒരാളോട് വന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരേത് വഴിയിൽ കൂടെയാണ് പോണത് എന്ന് ആലോചിക്കാത്തത്. ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പുര കത്തുമ്പോൾ കൈക്കോല് ഊരിയെടുക്കുക എന്ന് പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നിയത്. ഞാൻ മാന്യമായിട്ട് മിണ്ടാതിരുന്നതാണ്, ഇവരോട് ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരായിട്ട് തുടങ്ങി വെച്ചതാണ്. അതായത് ഇവരാവശ്യപ്പെട്ടത് ഈ പറഞ്ഞ പോലെ 10,000 രൂപ ഞാൻ ഒരു 10 വർഷം 10 മാസത്തോളം പണിയെടുത്ത് ഒരു 10 ലക്ഷം മിനിമം ഒരു വീട് ഉണ്ടാക്കാൻ വേണം. ആ പൈസ ഒക്കെ ഉണ്ടാക്കി ഇവർ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പണിയെടുക്കണം. ഇവർ മക്കളോടുകൂടെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പണിയെടുക്കണം. പിന്നെ ഇവർ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഞാൻ പണിയെടുക്കണം. ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ പണിയെടുക്കണം. ഇങ്ങനെ ഞാൻ പണിയെടുത്ത് 10 ലക്ഷം രൂപ കൂട്ടി ഇവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് മാസാമാസം ഈ പറഞ്ഞ പോലെ ഇവർ 10,000 രൂപ തിരിച്ചു തരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ബാങ്ക് നടത്തുന്നുണ്ടെന്ന്? എൻ്റെ മോളോട് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മോള് ചോദിക്കുകയാണ്, അതിനല്ലേ ബാങ്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഉള്ളത്, ഇവർക്ക് അത് ചെയ്താൽ പോരെ, നമ്മളോട് എന്തിനാ വന്ന് ചോദിക്കണമെന്ന് ചോദിക്കണം. ശരിക്കും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇതൊന്നല്ല ഇതിൽ കോമഡി. ശരി, ഇവർ ചോദിച്ചു, ഞാൻ എൻ്റെ പ്രയാസം ഞാൻ അവരോട് പറഞ്ഞു. അതോടുകൂടെ അവർക്ക് കുറച്ചെങ്കിലും മനസ്സിൽ കാരുണ്യം ഉണ്ടെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കണമായിരുന്നു. ഓക്കെ സിലു, സോറി, എനിക്കറിയില്ലായിരുന്നു സിലുവിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാന്യത. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമാണ് ഗൈസ്, ചരിത്രം. ഈ ലേഡി പിന്നെയും കുറേ മെസ്സേജ് എനിക്ക് ഇട്ടിട്ടുണ്ട്, മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നവരല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ പേരെന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറ്റുമെങ്കിൽ ചെയ്തു തരുമോ എന്നാണ് ചോദിച്ചത് എന്ന രീതിക്ക്. ആധാരം ചെയ്തു തന്നാൽ മതി എന്ന്. അതായത് ഇവർ ആധാരമൊക്കെ എനിക്ക് തരും അത്ര, ഞാൻ എന്നിട്ട് ഇതും വെച്ചിട്ട് ബാങ്ക് പോലെ ഈ പൈസ ഇങ്ങനെ എൻ്റെ ഇല്ല. എനിക്കങ്ങനെ അട്ടിക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ പൈസ എൻ്റെ ഇല്ല. ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്, നല്ല ഫുഡാണ് കൊടുക്കുന്നത്, എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യാൻ ഞാൻ ഡെയിലി എൻ്റേതായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം ഉറക്കം വരെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ദിവസം ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഇത് കൈ ഷിവർ ചെയ്തുകൊണ്ടിരിക്കാൻ മരുന്ന് കഴിച്ചിട്ട്, ഇതാണ് എൻ്റെയൊക്കെ അവസ്ഥ. ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്തെടുത്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഡെയിലി ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ചുരുങ്ങിയത് ചിലപ്പോൾ ഒരു 2,000 രൂപ വെച്ചെങ്കിലും ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നതൊക്കെ എനിക്ക് വീഡിയോ ഇടാം. പലപ്പോഴും ഇപ്പം ഞാൻ ഇടാത്തത് എനിക്ക് ആ ഒരു ദിവസമെങ്കിലും വെറുതെ ഇരിക്കണം, എനിക്ക് ആ പൈസ വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഇനി അങ്ങനെ പൈസ ഉണ്ടാക്കണ്ട, കാരണം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് അനാഥരാവാതെ ഈ ഭൂമിയിൽ അവരെ മാന്യമായിട്ട് എനിക്ക് ജീവിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? ഇവൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വിട്ട ഒരു മുതലാണ്, നിങ്ങൾ പോയി ചോദിച്ചോ. കിട്ടിയില്ലെങ്കിൽ അവളിതുപോലെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ നിനക്ക് എന്തും പറയാം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലും, ഇപ്പോൾ കുറേ ഒരു സംഭവങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പലതും കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും, മിണ്ടാതിരിക്കണം എന്നുള്ള പോലെ. ഈ പറയുന്ന ഇതേ ആൾക്കാർക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇവർ മിണ്ടാതിരിക്കുമോ? അവർക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യും, അവർക്ക് വേണ്ടി സംസാരിക്കും. യെസ്, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതാണ് ഞാൻ, എനിക്ക് ഇതുപോലെയൊക്കെ കേൾക്കേണ്ടി വരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെ പ്രതികരിക്കാനും എനിക്കറിയാം. ഞാൻ പ്രതികരിക്കുന്ന സമയത്ത് എന്നെ എന്തിനെ പ്രതികരിക്കണ്ടെന്ന് പറയുന്നത്? അതിൻ്റെ അവകാശം ആർക്കാ തന്നിട്ടുള്ളത്?
എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ ഇനി എനിക്ക് കേൾക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നു, അന്ന് ഞാൻ നിർത്തും. നിർത്താത്തടത്തോളം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കേട്ടാൽ തിരിച്ച് മറുപടി കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും എന്ന് പറ്റുന്നതുകൊണ്ടാണ്. സോ ഇവർ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച കാര്യങ്ങൾ അവസാനം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഞാൻ തലേദിവസം ഇട്ട വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ഇട്ടിരിക്കുക. അതിൻ്റെ ചേതോ വിഹാരം നിങ്ങൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറേ ആൾക്കാർ കാണട്ടെ, എന്നെ തെറ്റിദ്ധരിക്കട്ടെ എന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു വൃത്തിയായിട്ട സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ മറച്ചു വെക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് പറയും. അതായത് ഇതുപോലെയൊക്കെ ഇവർ പറയുമ്പോൾ ഞാൻ ചെയ്തത് ശരിയാണ് എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തു പറയാം, ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അതിനുള്ള മറുപടി ഞാൻ അവിടെ കൊടുത്തിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഇവർ ഫസ്റ്റ് അയച്ച മെസ്സേജിൽ ഇതിലിങ്ങനെ പറയുന്നൊരു സംഭവമുണ്ട്, ഇവർക്ക് വാടക വീട്ടിൽ കഴിയണമുണ്ട്, ഒരു സേഫായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് എത്ര പേർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് എന്നറിയോ? എത്ര ശതമാനം? ചെറിയ ശതമാനം മാത്രമേ സ്വന്തമായിട്ട് വീടുള്ള ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാവരും വാടക വീടുകളിലും പിന്നെ തെരുവോരങ്ങളിലും ടെൻ്റ് അടിച്ചിട്ടും റോട്ടിലും ഒക്കെ കിടന്നിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വാടക വീട്ടിലെങ്കിലും നമുക്ക് കഴിയാൻ പടച്ചോൻ അതിനുള്ള സാഹചര്യം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അൽഹംദുലില്ലാ എന്ന് പറയുക. ഞാൻ കുറേ കൊല്ലം വാടക വീട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അന്നൊന്നും എനിക്ക് ആരുടെയെങ്കിലും അധ്വാനത്തിനെ ആഗ്രഹിക്കണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വാപ്പ എന്നെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. ആർക്കെങ്കിലും അവിടെ കുറച്ച് പൈസ അഡീഷണൽ ആയിട്ട് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് പോയിട്ട് നമുക്കൊരു സ്വന്തമായിട്ട് വീട് ചോദിക്കാം എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടാവും, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ഞാൻ പ്രയത്നിച്ചു, എനിക്ക് അങ്ങനെ ഒരു വീടായി. ആ വീട് വിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുമുണ്ട്. ഇപ്പം ഞാൻ ഈ താമസിക്കുന്നത് എൻ്റെ സ്വന്തം വീടല്ല. ഇത് സ്വന്തം ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കണം, ഒരുപാട് ദിവസങ്ങൾ ഉറക്കൊഴിക്കണം, ഒരുപാട് സ്ട്രെസ് അടിക്കണം. എന്നിട്ട് വേണം ഇതെനിക്ക് എൻ്റെ മക്കൾക്ക് സേഫ് ആക്കാനും വേണ്ടിയിട്ട്, സ്വന്തമാക്കാനും വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി നിങ്ങൾക്കൊരു വീടുണ്ടാക്കി തരുമോ? അതല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉറക്കമൊഴിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരു വീടാക്കുമോ? എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടോ ഇല്ലേ? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണെന്നറിയോ? അവരുടെ തലേ ദിവസത്തെ വീഡിയോയിൽ അവരെൻ്റെ വീഡിയോയിലിട്ട കമൻറ്റിൻ്റെ അടിയിൽ അവരിങ്ങനെ ക്രോശിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ചോദിച്ചു, കിട്ടിയില്ല, ഇനി അടുത്തത് പക, പഴി, ഇനി ദ്രോഹിക്കുക എന്നുള്ളത്. അല്ല, അവർ ഇനിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്, ഡിപ്രഷനൊക്കെ മാറി എന്നിട്ട് ഹെ 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 എന്നൊരു ചിരിയും. അതായത് പരിഹസിച്ചതാണ്. എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പുറത്തിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തലതല്ലി ചാവും എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ തന്നെ പറയാ, നല്ല ഡിപ്രഷനിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കാരണം ലൈഫിൽ അത്രത്തോളം ഒരു ലൈഫിന് വേണ്ടിയിട്ട് പിടിച്ചു നിർത്താനും വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് എടുത്തൊരു പെണ്ണാണ്. 20 വർഷം എഫേർട്ട് എടുത്തൊരു പെണ്ണാണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് കണക്കാക്കാൻ പറ്റുള്ളൂ. അതറിയോ നിങ്ങൾക്ക്? ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ വരും. പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? എനിക്കത് കാണിച്ച് സാധാപം പിടിച്ച് പറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലേഡി അതും പറയുന്നുണ്ട്, ഞാൻ സാധാപം പിടിച്ച് പറ്റണം. എന്തിന്? ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ വന്നിട്ട് തെണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. ഇവർ പറഞ്ഞു ഞാൻ തെണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഇവരൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് എന്തോ വളർത്തിയത്. എന്തോലത്താനാ? ഞാൻ നല്ല കണ്ടൻറ്റ്, ഞാൻ പണിയെടുത്ത് ഒരു വീഡിയോ ഇട്ടില്ല, വെറുതെ ഇങ്ങനെ വന്ന് മുഖം നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമോ? അല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ടൈം പാസ് എങ്കിലും കിട്ടുന്നതുകൊണ്ടല്ലേ വീഡിയോ കാണുന്നത്? അല്ലാതെ ഞാനിവിടെ വന്ന് തെണ്ടിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഒരു വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് ഒരുപാട് പൈസ ചിലവാകുമായിരുന്നു. ഇവർക്ക് വാടക വീട്ടിൽ സേഫായിട്ട് തോന്നണില്ല എന്ന് പറയുമ്പോൾ റോഡിൽ കിടക്കുന്ന കുട്ടികളുടെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? ഇവർക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ഇവർ അഡീഷണൽ ആയിട്ട് പണിയെടുക്കാൻ പോകണം, പുറത്തേക്ക് ഇറങ്ങണം. കൈയും കാലും പഠിച്ചൊന്നും തന്നിട്ടില്ല അധ്വാനിക്കാനുള്ളത്. അതുകൊണ്ട് അധ്വാനിച്ച് മക്കൾക്ക് വീടാക്കി കൊടുക്ക്. എന്തിനാണ് വേറൊരു പെണ്ണിൻ്റെ അധ്വാനത്തിനെ അപഹരിക്കാൻ നോക്കുന്നത്? എന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നത്? എൻ്റെ അധ്വാനത്തിനെയാണ് അവർ അപഹരിക്കാൻ നോക്കുന്നത്. എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കണം എന്നുള്ള പോലെ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ തണ്ടണം ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വീടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ഭയങ്കര സെറ്റപ്പിലാണ് ജീവിക്കുന്നത്, UAE സെറ്റിൽഡ് ആയതാണ്. അപ്പം എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? മേലനങ്ങാതെ ഒരു വീടായി കിട്ടണം, അത് തന്നില്ലെങ്കിൽ അവൾ മോശക്കാരി എന്നാ? എനിക്ക്
അതായത് ഇവർ പറയുന്ന വേറെയും കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ആ കമൻറ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ എമിൻ എന്ന് പറഞ്ഞൊരു ഐഡി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അത് ഞാനാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വരുന്ന എല്ലാ ഐഡികളും ഞാനാണെന്ന് പറയുമോ? ഇവരെന്നെ ഡിപ്രഷനാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ അറിയിച്ച് നാണം കെടുത്താൻ വിചാരിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷനിലും ഞാൻ അധ്വാനിച്ച് എൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോഴും എനിക്കൊന്ന് ഡിപ്രഷൻ അടിച്ച് ഈ പറഞ്ഞ പോലെ ഒന്ന് ബെഡിൽ മര്യാദയ്ക്ക് എവിടെയെങ്കിലും മുക്കിലും മൂലയിലും കിടക്കാനോ ഇരിക്കാനോ പോലും പറ്റുന്നില്ല. അപ്പോഴും എൻ്റെ ആക്റ്റീവായിട്ടുള്ള മൈൻഡ് ചിന്തിക്കുന്നത്, പടച്ചോനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണമല്ലോ. പിന്നെ എൻ്റെ ഈ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കലും എൻ്റെ ഈ ലൈഫ് സ്റ്റൈലും ആരുടെയും തലയിൽ ഞാൻ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമല്ല. നമ്മൾ ഒരു രീതിക്ക് ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. നമ്മൾ അതിന് പറ്റുന്ന രീതിയിൽ പണിയെടുക്കണം, അധ്വാനിക്കണം, എന്നിട്ട് നമ്മളത് ചെയ്യണം. അല്ലാതെ എനിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, എനിക്ക് പണിയെടുക്കാതെ ഒരു വീട് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആശ്രയിക്കലല്ല, സ്വന്തമായിട്ട് പണിയെടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിലു യൂട്യൂബിൽ വീഡിയോ മാത്രം ഇട്ടിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണല്ല ഇവിടെ. അല്ലാതെ ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ ആരെങ്കിലും ഒരു ഔദാര്യം കിട്ടിയിട്ട് വീടാക്കണം എന്നിട്ട് മക്കളെ സേഫ് ആക്കണം എന്ന് വിചാരിച്ചിട്ടല്ല സിലു ജീവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാണ്, ദയവ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ചോദിച്ച് വരണ്ട. സീരിയസ് ആയിട്ട് ഇത് ഏത് രീതിയിൽ നിങ്ങൾ ആരെടുത്താലും ശരി, നിങ്ങൾ ആരും എൻ്റെ കയ്യിൽ പൈസ ചോദിച്ച് വരണ്ട. പഠിച്ചോ, നിങ്ങൾക്ക് കൈയും കാലും ആരോഗ്യം ബുദ്ധിയും ഒക്കെ തന്നിട്ടില്ലേ? നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ പണിയെടുത്ത് ജീവിക്കും. അതിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് തന്നെ പണിയെടുക്കണം എന്നൊന്നുമില്ല. ഏതെങ്കിലും വല്ല കടകളിൽ പോയി നിന്നാൽ പോലും നല്ല പൈസ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്താൽ പോലും പൈസ കിട്ടും. നിങ്ങൾ എന്തിനാണ് എൻ്റെയും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ അധ്വാനത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ദേ ഇപ്പോഴും ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് അതിൽ ഈ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു വള വിറ്റാൽ ചിലപ്പോൾ ഒരു 75 രൂപ അല്ലെങ്കിൽ 100 രൂപ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ലഞ്ച് ബോക്സൊക്കെ വിറ്റാൽ ഇതിന് ഒരുപാട് പൈസ ഇറക്കി, അതേപോലെ ഒരു പെൺകുട്ടീനെ പണിക്ക് വെച്ച് അവർക്കുള്ള ശമ്പളം കൊടുത്ത് ഈ ഓരോന്നൊന്നും കിട്ടുന്ന ഈ പറഞ്ഞ പോലെ ചില സാധനങ്ങൾ 100 രൂപ 100 അല്ലെങ്കിൽ 25 രൂപ അല്ലെങ്കിൽ 30 രൂപ ഒക്കെ ലാഭം കിട്ടി. ഈ പൈസകളൊക്കെ കൂട്ടി 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 വെച്ചിട്ട് വേണം ഈ പറഞ്ഞ പോലെ ഉള്ള 10 ലക്ഷം രൂപയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ. അതിനെ വന്ന് ആഗ്രഹിച്ചതും പോരാതെ അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റാണെന്ന് അംഗീകരിക്കാൻ പറ്റാതെ കിടന്ന് മെഴുകി ന്യായീകരിച്ച് അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട് എന്തുവാ അത്? വെറുതെ ആണോ ഇങ്ങടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? ഒരു കുട്ടി ഉണ്ടെന്നും വിചാരിച്ചിട്ട് പണി ചെയ്യാതെ വീട്ടിനുള്ളിൽ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമോ? വെറുതെ അല്ല വീട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവരുടെ വീഡിയോ ഞാൻ ചെയ്യണം പോലും, അപ്പം തന്നെ എനിക്കെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി അതിൽ പലതും. ഞാൻ എന്തൊരു വീഡിയോ ചെയ്ത് നാട്ടുകാരുടെ വായിലുള്ളത് കേൾക്കണം? മര്യാദയ്ക്ക് വീഡിയോ പോലും ചെയ്ത് പ്രൊഡക്ട്സ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് സെയിൽ കുറവാ. ഞങ്ങൾ പറഞ്ഞില്ലേ ആ ഡിപ്രഷൻ. എന്നിട്ട് ഞാൻ ആരുടെ മുന്നിലും പോയിട്ട് കൈനീട്ടി നിന്നിട്ടില്ല. ഇനി അഥവാ നിന്നാലും അവർ തന്നില്ലെങ്കിൽ ഇമാതിരി ഡ്രാമ കളിക്കൂല സിലു. അഭിമാനമുണ്ട്. ഓക്കെ. ഇതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. എല്ലാവരും എന്നോടൊന്ന് സംസാരിക്കണം, ഒരാശ്വാസം കിട്ടും, അല്ലെങ്കിൽ എന്നെ ഒന്ന് നേരിട്ട് കാണണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആരും എൻ്റെ വീട് ചോദിക്കണ്ട, എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കണ്ട. കാരണം ഞാനിവിടെ ഏത് അവസ്ഥയിലായിരിക്കണം എന്നുള്ളത് എനിക്കും എൻ്റെ മക്കൾക്കും മാത്രമേ അറിയുള്ളൂ. ആ ഫേസൊക്കെ നിങ്ങളെ കാണിക്കണം എന്നില്ല. ഈ വീഡിയോയിൽ വന്നിട്ട് ബോൾഡായി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ പറ്റിക്കൊള്ളാം എന്നുമില്ല. എന്നെ അറിയുന്ന, എന്നെ ഏറ്റവും അടുപ്പുള്ള ആൾക്കാർ ഫോൺ ചെയ്തിട്ട് പോലും ഞാൻ എടുക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് വയ്യ. എനിക്കൊന്ന് സമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്നുള്ളൂ. അതെൻ്റെ അവകാശമാണ്, എൻ്റെ അധികാരമാണ്. സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ടും മറ്റതും മറിച്ചതുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ആർക്കും എന്തും പറയാം, എന്തും കേൾക്കാൻ പറ്റും, അവൾ കേട്ട് നിന്നോളണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ മാറ്റിക്കോ. ഞാൻ പ്രതികരിച്ചിരിക്കും. ഇത്രയും ധൈര്യത്തോടെ ഞാൻ എന്തുകൊണ്ടാണ് പറയണത്? ഞാൻ ഒന്നിനെ മാത്രം വിശ്വസിച്ച് എല്ലാവരെയും പേടിച്ച് ജീവിക്കുന്ന ഒരാളല്ല.
പഠിച്ചവനെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് നല്ല വാങ്ങിയിട്ടേ നിങ്ങൾ പോവുള്ളൂ. ഞാനായിട്ട് ഒരു മനുഷ്യനെയും അങ്ങോട്ട് ചൊറിയാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും ഞാൻ പോകാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് ക്ഷമിക്കും, വീണ്ടും ക്ഷമിക്കും, വീണ്ടും ക്ഷമിക്കും. പക്ഷെ 4ാമത്തെ പ്രാവശ്യം ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പ്രതികരിക്കും. അത് ആരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. എത്രയോ ദിവസം മിണ്ടാതെ ഇരുന്നതിന് ശേഷമാണ് ചില കാര്യങ്ങൾ പോലും ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. എടോ, ഞാനും എൻ്റെ മക്കളും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെടോ. ആരും മുമ്പിലും തെണ്ടാനൊന്നും ഞങ്ങൾ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെയൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നീയൊക്കെ ഒരു പെണ്ണ് തന്നെയാണോ? ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ തന്നെ എങ്ങനെ ഇങ്ങനെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്നെന്നുള്ളത്. സംഭവം ഇവരെല്ലാവരും ഇതേപോലത്തെ രീതിയിൽ പല സഹായങ്ങളും എന്നിൽ നിന്നും ആഗ്രഹിച്ച് വന്ന് ചോദിക്കുക. ചിലപ്പോൾ ഞാൻ മെസ്സേജ് പോലും കണ്ടിട്ടുണ്ടാവില്ല. അതിനും എന്നെ വന്നിട്ട് ക്രൂശിക്കലാണ് പരിപാടി. നാണില്ലേ നിങ്ങൾക്കൊന്നും? സത്യം പറഞ്ഞാൽ ചോദിക്കട്ടെ, നാണില്ലേ? വേറൊരാളുടെ അധ്വാനത്തിന് ആഗ്രഹിച്ചതും പോരാതെ അവരിട്ട് ക്രൂശിക്കുക, അവരുടെ അധ്വാനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ പണിയെടുക്കാൻ. പണിയെടുത്ത് മതിയായി എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെപ്പോലെ നല്ല 4 നേരം ഇരുന്ന് തിന്നിട്ട് എല്ലിൽ കുത്തിയിട്ട് മൊബൈൽ നോക്കിയിട്ടിരിക്കാൻ. സീരിയസ്ലി അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ. അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രശ്നം. ഈ ഒരുപാട് പ്രോബ്ലംസിലൂടെ പോകുന്ന ലേഡീസ് ഒരിക്കലും എന്നെ ഇതുപോലെ മോശമായ രീതിയിൽ വന്ന് സംസാരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവർക്കറിയാം ഈ ഒരു സ്റ്റേജിലൂടെ പോകുന്ന പെണ്ണ് എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, എന്നെ കൊണ്ട് ഖബറിൽ കൊണ്ട് വെച്ചാലും ഇതുപോലെ കുറേ ആൾക്കാരെ ബാധ്യത ചെയ്യേണ്ടി വരും. ഇന്നൊന്നും നിങ്ങൾക്ക് മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ? ഇപ്പോഴും ഞാൻ പറയുന്നു, ആണിൻ്റെയും പെണ്ണിൻ്റെയും ജോലികൾ ഒരേ സമയം ചെയ്യുന്നവർ ഭയങ്കര ബോൾഡായിരിക്കും കേട്ടോ. അവരിൽ വന്ന് മുട്ടാൻ നിൽക്കരുത്. കുറേ അവന്മാർ കുറേ റിയാക്ഷൻ എന്ന പേരിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് കണ്ട അവർക്ക് ആഫ്റ്റർ ഓൾ അതൊക്കെ ഒരു കണ്ടൻ്റാണ്. പക്ഷെ അത് ബാക്കിയുള്ളവർ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? ഞാൻ ഇപ്പോഴും ഒന്നിനും ഒരു റീസൺ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് സെപ്പറേറ്റഡ്. ആ പറഞ്ഞത് തെറ്റാണെന്ന് ഇവർ പറയുന്നു. ആ തെറ്റായിട്ടുള്ള ഒരു കാര്യം വെച്ച് ഇവരുടെ കണ്ടന്റ് ഉണ്ടാക്കി ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് നാണം കെട്ട ഏർപ്പാടല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ചാനലിന് എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അവരുടെ തമ്മിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ എറണാകുളം പോകാൻ പറ്റുമോ സംസാരിക്കാനും വേണ്ടി. ശരിക്കും എനിക്ക് സംസാരിക്കാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു. പക്ഷെ ഞാൻ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് ഒഴിവാക്കി വിട്ടു. 2 ദിവസം മുമ്പ് എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ട്. ആ സൈബർ ബുള്ളിങ്ങിന് പോയി ഇരുന്ന് ഒരുത്തനെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. സൈബർ ബുള്ളിങ്ങിന് പലരെ എടുത്തിട്ട് കൊടുക്കുന്നതിനൊക്കെ അവിടെ പോയിട്ടിരുന്ന്. പക്ഷെ നല്ലോണം കിട്ടി. സന്തോഷമായി 24-ൽ ആ ഒരു ഇത് പോയി കണ്ടപ്പോൾ. കാരണം നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം വേറൊരാൾ അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. അപ്പം ശരി.